അജീഷ് കുമാർ കുറിച്ചിരുന്നു. അജീഷ്, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഈ സംഘം 4 കാറുകൾ വാങ്ങി എന്നുള്ളതാണ്. അതിലൊരു ബ്രസ കാറിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ജാഗ്രത പാലിച്ചിരിക്കേണ്ടതുണ്ടോ തലസ്ഥാന നഗരി? ഈ പറയുന്ന രീതിയിൽ ഇതൊരു വളരെ വിശാലമായ, വളരെ ഭീകരമായ, ഒരു പക്ഷേ വലിയ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന വലിയൊരു ഭീകരാക്രമണ പദ്ധതിയുടെ പ്ലാനിംഗ് ആയിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് അജീഷ്? ഈ വലിയ സ്ഫോടക ശേഖരം കണ്ടെത്തിയപ്പോഴും ഈ സ്ഫോടനം ഉണ്ടായപ്പോഴും ഊഹിച്ചിരുന്നതാണ് വലിയൊരു പദ്ധതി തന്നെ ഈ ഭീകരർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത്. അതിന്റെ സൂചനകളാണ്, അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഈ അൽ ഫലാ സർവകലാശാലയിൽ ഡോക്ടർ ഉമറിന്റെയും ഡോക്ടർ മുസമ്മിലിന്റെയും മുറികൾ പരിശോധിച്ചപ്പോൾ ചില ഡയറികൾ ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. ഈ ഡയറികളിൽ പ്രധാനമായും പറയുന്നത് ഈ നവംബർ 8 മുതൽ നവംബർ 12 വരെ ഈ നടക്കേണ്ട കാര്യങ്ങളുടെ ചില കോഡഡ് വിവരങ്ങളാണ് ഈ ഡയറികളിലും നോട്ട്ബുക്കുകളിലും രേഖപ്പെടുത്തിയിരുന്നത്. കൂടാതെ തന്നെ ഈ ജമ്മു കശ്മീരിലെയും ഈ ഹരിയാന ഫരീദാബാദിലുള്ളയും 25 ആളുകളുടെ പേരുകളും ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം ഇവർ വലിയ ഒരു സ്ഫോടന പരമ്പരയ്ക്ക് തന്നെയായിരുന്നു ആസൂത്രണം ചെയ്തത്. അത് വളരെ വിദഗ്ധമായി ഇരുന്ന് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഇതിനുവേണ്ടി 32 വാഹനങ്ങൾ വാങ്ങാൻ കൂടി ഇവർ പദ്ധതിയിട്ടിരുന്നു. നിലവിൽ 4 വാഹനങ്ങൾ ഇവർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു വെള്ള ഹ്യുണ്ടായി i20 കാർ, രണ്ടാമത്തത് ഒരു ചുവന്ന എക്കോസ്പോർട്ട് കാർ, മൂന്നാമത്തത് ഒരു മാരുതി ബ്രസ കാർ ആണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘം ഈ മാരുതി ബ്രസ കാറിന് പിന്നാലെയാണ് പോകുന്നത്. ഈ കാറ് ഈ ഹരിയാനയിലാണോ അല്ലെങ്കിൽ ഡൽഹിയിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. മാത്രമല്ല പ്രധാനമായും ഈ ഡിസംബർ 6 അന്നൊരു ഡേറ്റ് കേന്ദ്രീകരിച്ച് വലിയൊരു സ്ഫോടനത്തിനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ 3 പേരെ കൂടാതെ നിരവധി പേർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ഇവർ പദ്ധതിയിട്ടിരുന്നത് ഓരോ കാറിലും 2 പേർ വീതം ആക്രമണം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ 32 വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആ സംഘത്തിൽ എത്ര പേരുണ്ടായിരിക്കാമെന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. മാത്രമല്ല ഒരു 20 ലക്ഷം രൂപ ഇവർ അവസാന ദിവസങ്ങളിൽ സമാഹരിച്ചിരുന്നതായും അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 3 ലക്ഷം രൂപയ്ക്ക് ഇവർ വീണ്ടും ഈ രാസവസ്തുക്കൾ വാങ്ങിയിരുന്നു. ഈ 3 ലക്ഷം രൂപയുടെ രാസവസ്തുക്കൾ വാങ്ങിയത് ഡോക്ടർ ഉമർ നബിയാണ്. ഈ ഉമർ നബിയുടെ കാറിലാണ് ഈ സാധനങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ഈ വാങ്ങിയ രാസവസ്തുക്കളും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.